പിണറായി വിജയൻ നയിച്ച LDF ഭരണകൂടത്തിന് CPM-നും സർക്കാരിനുമെതിരായി ഉയരുന്ന കേസുകളെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു നയമുണ്ടായിരുന്നു. ഖജനാവിൽ നിന്ന് കോടികൾ ഒഴുക്കിയാണ് എങ്കിലും കേസുകൾ ജയിക്കുക. നിയമത്തിന്റെ പഴുതുകൾ കണ്ടെത്തി കേസ് ജയിപ്പിക്കാൻ കഴിവുള്ള ഒരു സിറ്റിംഗിന് തന്നെ 25 ലക്ഷത്തിലധികം രൂപ ഫീസ് വാങ്ങുന്ന അഭിഭാഷകരെ ഉപയോഗിച്ചാണ് പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധിച്ചത്. പക്ഷേ ഭരണം മാറി. ഇനി പാർട്ടി സ്വന്തം ഫണ്ടിൽ നിന്ന് കാശിറക്കി നിയമപരമായി പോരാടണം. അതിനുള്ള സമയമോ സാവകാശമോ കിട്ടുന്നതിന് മുൻപ് തന്നെ ഒന്നിനു പുറകെ മറ്റൊന്നായി തിരിച്ചടികൾ നേരിടുകയാണ്. ഏറ്റവും ഒടുവിലായി പാർട്ടിയുടെ മുഖമായ പിണറായി വിജയന്റെ കുടുംബത്തിന് തന്നെ വൻ തിരിച്ചടി വന്നിരിക്കുന്നു. CMRL മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. CPM-ന്റെ കണ്ണിലെ കരടായ ED കേസ് അന്വേഷിക്കുന്നതിനെതിരായ CMRL-ന്റെ ഹർജിയാണ് തള്ളപ്പെട്ടത്. ഇന്ന് അന്തിമ വിധി വരും വരെ തുടർ നടപടികൾ ഉണ്ടാകരുത് എന്ന് ED-യോട് കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ 4 ദിവസമായി നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി എന്തൊക്കെ നടക്കുമെന്ന ആധിയിലാണ് CPM-ഉം വീണ തൈക്കണ്ടിയിലും പിണറായി വിജയനും. CMRL എക്സാലോജി കേസിലെ അന്വേഷണം ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും. മാസപ്പടി കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസും രാഹുൽ നവീൻ കേരളത്തിൽ താമസിച്ചായിരിക്കും അന്വേഷിക്കുക. കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ കേരളത്തിലെ ED-യുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെയും കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. മുൻപ് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനെതിരായ റേഷൻ കുംഭകോണം അന്വേഷിക്കുന്നതിനിടെ അവിടെയും കേരളത്തിലേതിന് സമാനമായി ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്നും രാഹുൽ നവീൻ ബംഗാളിൽ തമ്പടിച്ചാണ് കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. ED കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ, BRS നേതാവ് K കവിത, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എന്നിവരുടെ അറസ്റ്റിന് നേതൃത്വം നൽകിയതും രാഹുൽ നവീനായിരുന്നു. ആ രാഹുൽ നവീനാണ് വീണയുടെ കേസ് അന്വേഷിക്കാൻ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് എന്ന് CPM-ന് ചങ്കിടിപ്പ് കൂട്ടും. കണ്ണൂർ AD-മായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ CBI അന്വേഷണം തീരുമാനിച്ചതോടെ അതിലും CPM നേതാക്കൾ വെപ്രാളത്തിലാണ്. CBI അന്വേഷണത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയാണ് CPM. ഒരു സമയത്ത് ADM-ന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് ഗീർവാണം മുഴക്കിയ അതേ CPM തന്നെയാണ് ഇപ്പോൾ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കി CBI അന്വേഷണത്തെ എതിർക്കുന്നത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിച്ചാൽ ഒരുപക്ഷെ അകത്താകാൻ പോകുന്നത് ഇപ്പോൾ കേസിലെ ഏക പ്രതിയായിട്ടുള്ള PP ദിവ്യ മാത്രമാകില്ല, ഉന്നത CPM നേതൃത്വം കൂടിയാകും. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളും തോറ്റ് വൻ ചുഴിയിലകപ്പെട്ട CPM കൂടുതൽ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താഴും. ഇത് മനസ്സിലാക്കിയാണ് CBI അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് CPM നേതാക്കൾ രംഗത്ത് വരുന്നത്. ADM-ന്റെ മരണത്തിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചപ്പോഴും വിട്ടുകളഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. ഇവയെല്ലാം CBI അന്വേഷണ പരിധിയിൽ വന്നാൽ CPM നേതൃത്വം പ്രതിസന്ധിയിലാകും. ഒപ്പം ഇനിയും ചുരുളഴിയാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അവയെല്ലാം ചുരുളഴിയണമെങ്കിൽ CBI അന്വേഷണം കൂടിയേ തീരൂ. നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ കൃത്രിമമായി തെളിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം അന്വേഷണ പരിധിയിൽ വരുമോ എന്ന് CPM-ന് ആശങ്കയുണ്ട്. അങ്ങനെ വന്നാൽ അത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് വരെയും CPM നേതൃത്വത്തിലേക്കും വരെയും നീളും. നവീൻ ബാബു തന്റെ പക്കൽ നിന്ന് 98,500 രൂപ കൈക്കൂലി വാങ്ങിയെന്ന് സംരംഭകനായ പ്രശാന്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന ആരോപണം അന്നേയുണ്ട്. പഴയ തീയതി വെച്ച് ADM-ന്റെ മരണശേഷം സൃഷ്ടിച്ചെടുത്ത പരാതിയാണ് ഇതെന്നാണ് സംശയം. ഈ സംശയം പലപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബം തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട്. CPM-ന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് വെച്ച്, അതായത് AKG സെന്ററിൽ വെച്ച് തന്റെ ബന്ധു തയ്യാറാക്കിയ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന് കൈമാറിയെന്ന് മുൻപ് പ്രശാന്ത് തന്നെ വെളിപ്പെടുത്തിയതാണ്. പരാതി വ്യാജമാണ് എന്ന് സംശയം ജനിക്കാൻ കാരണം പെട്രോൾ പമ്പിനായി സ്ഥലം പാട്ടത്തിനെടുത്തപ്പോൾ തയ്യാറാക്കിയ കരാറിലെ ഒപ്പ് വ്യത്യസ്തമായതിനാലാണ്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണത്തിൽ ഈ പരാതിയെക്കുറിച്ചും അന്വേഷിച്ചാൽ അത് മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനിലേക്കും CPM പാർട്ടി ആസ്ഥാനത്തേക്കും എത്തും. അതൊഴിവാക്കാനാണ് CBI അന്വേഷണത്തെ നഖശിഖാന്തം എതിർക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചിട്ടും ചുരുളഴിയാത്ത ഒട്ടേറെ ചോദ്യങ്ങൾ ഇപ്പോഴും നവീൻ ബാബു കേസിൽ ബാക്കി കിടക്കുന്നു. മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിട്ടില്ല. ഇത് പോലീസ് അവഗണിച്ചതും ഇൻക്വസ്റ്റ് തിടുക്കത്തിൽ നടത്തിയതും സംശയകരമാണ് എന്ന് കുടുംബം പറയുന്നു. പോലീസിന്റെ ഈ ഇടപെടലും CBI അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്.
നവീൻ ബാബു ആവശ്യപ്പെട്ട 98,500 രൂപ നൽകുന്നതിന് സ്വർണം പണയം വെച്ചാണ് പണം കണ്ടെത്തിയത് എന്നാണ് പ്രശാന്ത് നൽകിയ മൊഴി. സ്വർണം പണയം വെച്ച് 98,500 രൂപ കണ്ടെത്താൻ മാത്രം ബുദ്ധിമുട്ടുള്ള ഒരാൾ എങ്ങനെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങും എന്ന സംശയം ബാക്കിയാകുന്നു. ഇനി അതല്ല, പെട്രോൾ പമ്പ് തുടങ്ങാൻ ശേഷിയില്ലാത്ത ആളാണ് പ്രശാന്ത് എങ്കിൽ ഇയാൾ ആരുടെയെങ്കിലും ബിനാമിയാണോ എന്ന സംശയവും ജനിക്കും. കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ് എന്നിരിക്കെ കൈക്കൂലി കൊടുത്ത പ്രശാന്തിനെതിരെ എന്തുകൊണ്ട് കേസ് ഉണ്ടായില്ല എന്ന ചോദ്യവും ബാക്കിയാണ്. ADM-നെതിരെ പരാതി നൽകാൻ വിജിലൻസ് ഓഫീസിൽ പോയി എന്ന് പ്രശാന്ത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ വിജിലൻസ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥന്റെ പോലും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തണം. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫോൺ രേഖകളും ഹാജരാക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനെല്ലാം CBI അന്വേഷണം വരണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം തികച്ചും ന്യായമാണ് തന്നെ കരുതാം. CPM-നെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു കേസാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം അന്വേഷിക്കാൻ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം കേസ് അന്വേഷണത്തിന് ഒരു സംഘത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു. എന്നാൽ ഈ സംഘത്തിൽ ഭൂരിഭാഗവും ഇടതനുകൂല ഉദ്യോഗസ്ഥരാണ് എന്ന ആക്ഷേപം UDF ക്യാമ്പുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൽ നീതി നടപ്പാകില്ല എന്ന സംശയം ജനിച്ചതോടെ അന്വേഷണ സംഘത്തെ പിൻവലിച്ച് പുതിയ സംഘത്തെ ഏൽപ്പിക്കുമെന്നാണ് അറിയുന്നത്. പ്രത്യേക സംഘം ഉടൻ അന്വേഷണം ആരംഭിക്കില്ല എന്നും പോലീസിലെ സ്ഥലം മാറ്റങ്ങൾ നടപ്പാക്കുന്നതുവരെ തൽക്കാലം നീട്ടിവെക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വടകര റൂറൽ SP T ഫറാഷിനാണ് അന്വേഷണ മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നത്. മുൻപ് പിണറായി സർക്കാരിന്റെ അവസാന സമയത്ത് കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചത് ഇദ്ദേഹം റൂറൽ SP ആയിരിക്കുകയാണ്. പ്രതികളെ കണ്ടെത്താനായില്ല എന്നായിരുന്നു കേസ് അവസാനിപ്പിക്കാൻ ഇദ്ദേഹം കണ്ടെത്തിയ ന്യായം. മറ്റൊരു ആക്ഷേപം, മുൻപ് തിരുവള്ളൂരിൽ UDF പ്രവർത്തകന്റെ വീട്ടിൽ അർദ്ധരാത്രി പരിശോധനയ്ക്കെത്തി വേണ്ടി വന്നാൽ അടിപ്പാവാടയും തപ്പുമെന്ന് ഭീഷണി മുഴക്കിയ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട് എന്നതാണ്. നിലവിൽ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും CPM അനുകൂല സംഘടനകളിൽ സജീവമായവരും സംഘത്തിലുണ്ട് എന്നും ആരോപണമുണ്ട്. അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഇൻസ്പെക്ടർ V ദിനേശ് പരസ്യമായി CPM സഹയാത്രികനാണ് എന്നും UDF പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം നീതിയുക്തമാകില്ല എന്ന ആക്ഷേപത്തെ തുടർന്നാണ് അന്വേഷണ സംഘത്തെ മാറ്റാൻ ആലോചിക്കുന്നത്. DYFI നേതാവ് റിബേഷിന്റെ ഫോണിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത് എന്നതുകൊണ്ടും കേസിൽ മുതിർന്ന CPM നേതാവ് അടക്കമുള്ളവരെ പോലീസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു എന്നതുകൊണ്ടും അതേ പാർട്ടിയുടെ നിഴലിലുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയത് കേസ് അട്ടിമറിക്കപ്പെടാൻ ഇടയാക്കുമെന്നാണ് ആരോപണം. ഇനി ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത അന്വേഷണം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരിക്കുമെന്നാണ് അറിയുന്നത്. ADGPയുടെ ഓഫീസ് ഇടപെട്ട് കേസ് ഡയറി തിരുത്തിയതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി സൂചനയുണ്ട്. ADGP അജിത് കുമാറിന്റെ ഓഫീസിലെ 2 ഗ്രേഡ് SI-മാരുടെ മൊഴി കഴിഞ്ഞ ദിവസം SIT രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ഇവരുടെ മൊഴിയെടുത്തത്. രക്ഷാപ്രവർത്തന കേസിൽ പിണറായി വിജയന്റെ ഗൺമാൻമാരായിരുന്ന സന്ദീപിനെയും അനിൽകുമാറിനെയും രക്ഷപ്പെടുത്താൻ ക്ലീൻ ചിറ്റ് റഫറൽ റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയത് ADGP ഓഫീസിൽ നിന്നാണ് എന്ന വിവരം പുറത്തു വന്നിരുന്നു. പെൻഡ്രൈവിലാക്കി അന്നത്തെ അന്വേഷണ സംഘം കൈമാറിയ കേസ് ഡയറി തിരുത്തിയത് ADGP ഓഫീസിലെ 2 ഗ്രേഡ് SI-മാർ ആയിരുന്നുവെന്നും പുതിയ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ശരിവെക്കുന്ന മൊഴികളാണ് ഗ്രേഡ് SI-മാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതോടെ അജിത് കുമാറിനെതിരെ കുരുക്കുമുറുകുകയാണ്. തെളിവുകൾ മറച്ചുവെച്ചും കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയും കേസിന്റെ ആദ്യഘട്ട അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്ന് SIT കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന അഭ്യൂഹം ശക്തമാണ്. ചുരുക്കത്തിൽ CPM-ന് ഓർത്തെടുക്കാൻ പോലും കഴിയാത്തത്ര കേസുകളും നിയമ നടപടികളും നേരിടേണ്ടി വരികയാണ്. ഭരണമുണ്ടായിരുന്നപ്പോൾ ഓർത്തില്ല ഓരോ നടപടിയും ഭാവിയിലെ പാരകളാണ് എന്ന്.